എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലിയും വേലയില്ലാത്ത മോനെ പിടിച്ചിട്ട് ഫ്ലഡ് നിയന്ത്രിക്കാനായിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നതാണ്. എന്തായാലും അവനെ കൊണ്ട് അങ്ങനെയും ആ കുടുംബത്തിന് ഒരു ഗുണം ഉണ്ടാവട്ടെ അല്ലേ ഗൈസ്. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, അളിഞ്ഞ വെള്ളമാണ്, കണ്ട അസുഖമൊക്കെ പിടിക്കും. എന്താ ഇവനോടൊക്കെ ആരും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഒരു പട്ടിക്കുട്ടൻ കടിക്കാനായിട്ട് ഓടി വരികയാണ്. അപ്പം പെട്ടെന്ന് അയാളുടെ കരാട്ട ലെസൻസ് വെളിയിലെടുത്തു ഗൈസ്. പിന്നെ രണ്ടുപേരും അവിടെ ഇവിടുന്ന് എന്തൊക്കെയോ പോക്കറി കാണിക്കുന്നുണ്ട്. എന്തൊരു അപരാധമായി കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയാൻ പറ്റില്ല. എന്തായാലും ഗൈസ്, ഇനി ഇങ്ങനെ പട്ടി അടിക്കാൻ വരുമ്പോൾ നിങ്ങളിങ്ങനെ കാണിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ അടിച്ചെടുത്തുകൊണ്ട് അതങ്ങ് പോകും. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അമ്മച്ചി റോഡിലിറങ്ങിയിട്ട് ജോഗിങ് നടത്തുന്നതാണ്. എന്താണ് അമ്മച്ചി അവിടെ നിന്നും സ്ഥലമില്ലാഞ്ഞിട്ടാണോ ആ മെയിൻ റോഡിൽ ഇറങ്ങിയിട്ടിരുന്ന പരിപാടി നടക്കുന്നത്? മെയിൻ റോഡാണോ ഹൈവേ ആണോ എന്തെങ്കിലും ആട്ടെ. ആക്ച്വലി ഗൈസ് സംഗതി അതല്ല കേട്ടോ. കുറച്ച് സൂം ചെയ്താൽ കാര്യം മനസ്സിലാവും. അവരുടെ കുഞ്ഞ് ഒരു ചെറിയ കാറുമായിട്ട് റോഡിൽ കളിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ റോഡ് ഒരു വലിയ ബ്ലോക്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്തായാലും കാറുകൾക്ക് ബോധം ഉണ്ടോണ്ട് അവർ വണ്ടി സ്ലോ ചെയ്തു. നല്ല കാര്യം. എന്തായാലും അവർക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, അവർ രക്ഷിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. എന്തായാലും വളരെ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് റെയിൽവേ സ്റ്റേഷനിലെ ഒരു സംഭവമാണ്. ട്രെയിനിലുള്ള ബെഡ്ഷീറ്റ് അടിച്ചു മാറ്റി ഒരു കുടുംബം മുങ്ങാൻ നോക്കി, പക്ഷേ അത് പൊക്കി ഗൈസ്. ഫസ്റ്റ് ക്ലാസ് എ സിക്കകത്ത് നിന്നാണ് ഈ ഒരു അടിച്ചു മാറ്റൽ നടന്നിരിക്കുന്നത്. എന്നാലും മഹാദാരിദ്ര്യടേ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ അടുത്തു നിന്നും 2000 രൂപ അവർ പോലീസുകാർ ഈടാക്കി. അത് ശരിയായിരുന്നില്ല നടപടി എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവനെന്തു ചെയ്തു, അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് റോഡിലോട്ട് ഇറങ്ങി സ്റ്റണ്ടിങ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇത് എവിടെയാണ് ഇത് സംഭവം നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വല്ലാത്ത കഷ്ടമായിപ്പോയി. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ ഒരു ഐഫോൺ വാങ്ങി. അപ്പം സംഗതി എന്ന് വെച്ചാൽ ഇവൻ പറയാണ്, ഐ എം എ മുസ്ലിം, പക്ഷേ എനിക്ക് ബാഗുവ കളർ ഇഷ്ടമാണ്, അതായത് കാവി കളർ ഇഷ്ടമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആക്ച്വലി ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് നീ ഇതൊക്കെ ഇവിടെ പറയുന്നത്? പിന്നെ ഈ ഫോൺ മേടിച്ച സ്ഥിതിക്ക് നീ നേരെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുക, എന്നിട്ട് നിൻ്റെ കണ്ണൊന്ന് പരിശോധിക്കണം. കാരണം ഇതാണ് കോസ്മിക് ഓറഞ്ച്, അല്ലാതെ ബാഗുവ കളർ അല്ല, കാവി കളർ അല്ല. മനസ്സിലായില്ലേ ഗൈസ്? അവനങ്ങനെ പറയേണ്ടി വരുന്ന ഗതികേട് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ഓരോ നിറവും ഓരോ രാഷ്ട്രത്തിനും മതത്തിനും ഒക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ നിറം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ ആ മതത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിപ്പം അവനും ആ ഒരു പേടി കാണും പാത്താൻ. എന്തായാലും ഫോൺ മേടിച്ചുകൊണ്ട് പോകും, ആശുപത്രിയിലോട്ട് പോകും, നിൻ്റെ കണ്ണ് പരിശോധിക്കും. ഇനി അത്രയേ ഉള്ളൂ ഗൈസ് പറയാനുള്ളത്. വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.